ഹായ് ഓൾ. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അല്ലേ. ഫസ്റ്റ് വൺ, ദിസ് സെക്ഷൻ ഹാസ് 4 ക്വസ്റ്റ്യൻസ് ഓഫ് സ്കോർ 1 ഈച്ച്. സെലക്ട് ദ കറക്റ്റ് ആൻസർ. അതായത് ഇപ്പോൾ ഇതിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഈ 4 ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്കാണ് തരുന്നത് കേട്ടോ. ഓക്കെ, ഇതിലെന്താണ് ഇതിൽ പറയുന്നത് സെലക്ട് ദ കറക്റ്റ് ആൻസർ എന്നാണ്. ഇതിൽ ഓരോന്നും ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടെത്തുകയാണ് വേണ്ടത്. First one, one outer angle of a regular polygon is 40 degree. How many sides does it have? ഇത് പോളിഗൺസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഔട്ടർ ആംഗിൾ, റെഗുലർ പോളിഗണിൻ്റെ ഔട്ടർ ആംഗിൾ നമുക്ക് 40 ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പോളിഗണിന് നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമ്മൾക്കറിയാം ഒരു പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് അല്ലേ. എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ നിങ്ങൾ? യെസ്, 360 ബൈ ഔട്ടർ ആംഗിൾ എന്നാണ് നമ്പർ ഓഫ് സൈഡ്സ് കാണുന്നതിനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഓക്കെ, അതായത് നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ 360 ബൈ ഔട്ടർ ആംഗിൾ ആണ്, അതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഔട്ടർ ആംഗിൾ 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. സോ 360 ബൈ 40. ഈ സീറോയും നമ്മളത് 2 സീറോ ലാസ്റ്റിൽ വന്നത് കൊണ്ട് തന്നെ നമ്മളത് ക്യാൻസൽ ചെയ്ത് കളയും. സോ 36 ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. സോ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 9 എന്ന ഓപ്ഷനാണ് അല്ലേ. യെസ്, ഇവിടെ ഓപ്ഷൻ ബി ആണ് വരുന്നത്, 9 എന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് 1, കോഡ്സ് ഓഫ് എ സർക്കിൾ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഹാവ് ഈക്വൽ ലെങ്ത്. അതായത് ഇതിലിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കോഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ, ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിലെ കോഡ്സ് ഓഫ് എ സർക്കിൾ, ഒരു സർക്കിളിലെ ഒരു കോഡ്, സർക്കിൾ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ഡിസ്റ്റൻസ് വരച്ചു, 3 സെൻറ്റിമീറ്റർ വരച്ചു. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്കും 3 സെൻറ്റിമീറ്റർ വരച്ചു. സെൻറ്ററിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിൽ നമ്മളൊരു ലൈന് വരച്ചിട്ട് അവിടെ നമ്മളൊരു കോഡ് വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരേ ഡിസ്റ്റൻസിൽ നമ്മളൊരു കോഡ് വരയ്ക്കുകയാണെങ്കിൽ ആ കോഡ് രണ്ടും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. യെസ്, അത് കറക്റ്റാണ്. നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ള കാര്യമാണത് അല്ലേ. സോ അത് കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി രണ്ടാമത്തത്, ലെങ്ത് ഓഫ് എ കോഡ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 സെൻറ്റിമീറ്റർ വിച്ച് ഈസ് 3 സെൻറ്റിമീറ്റർ അവേ ഫ്രം ഈച്ച് സെൻറ്റർ ഈസ് 4 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു സർക്കിള്, ഇതിൻ്റെ ഒരു കോഡ് ഉണ്ടല്ലേ, ഇതിലും എന്ത് പറയുന്നുണ്ട്, കോഡ് പറയുന്നുണ്ട്. ലെങ്ത് ഓഫ് എ കോഡ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 സെൻറ്റിമീറ്റർ. ഇനി ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, സർക്കിൾ 5 സെൻറ്റിമീറ്റർ വിച്ച് ഈസ് 3 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ സെൻറ്റർ. ഇനി ഈ സെൻറ്ററിൽ നിന്നും 3 സെൻറ്റിമീറ്റർ അകലത്തിലുള്ള ഒരു കോഡ്, 3 സെൻറ്റിമീറ്റർ സെൻറ്ററിൽ നിന്നും 3 സെൻറ്റിമീറ്റർ അകലെയുള്ള ഒരു കോഡ്, അത് ആ ഒരു കോഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറയുന്നത്. സോ നമ്മൾക്കറിയാം ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണല്ലേ വരുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ചെയ്താൽ മതി. സോ 25 മൈനസ് 9 എന്ന് വരും. 25 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 16 ആണ്. സോ ഇവിടെ വരുന്നത് റൂട്ട് 16 ആണ് അല്ലേ. യെസ്, റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അതായത് കോഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്ത് വരും, 8 സെൻറ്റിമീറ്റർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇപ്പോൾ നമ്മൾ 5ഉം 3ഉം 4ഉം ആണ് വരിക അല്ലേ. 5ഉം 3ഉം 4ഉം അങ്ങനെ നമ്മൾ ഓരോ നമ്പറിനും ഓരോന്നും പഠിച്ചിട്ടുണ്ടല്ലോ. സോ 5:3:4 എന്ന രീതിയിലാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇത് ഈ ഒരു ലെങ്ത്ത് മാത്രമാണ്, കോഡല്ല കേട്ടോ. ഓക്കെ, ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിലുള്ള ലെങ്ത്ത് മാത്രമാണ് ഇത് വരുന്നത്, റൈറ്റ് ട്രയാങ്കിളിൻ്റെ. കോഡ് എന്ന് പറയുമ്പോൾ ആ ഒരു സൈഡിൻ്റെ ആ ഒരു ലെങ്ത്തിൻ്റെ ഇരട്ടിയായിട്ടാണ് വരുന്നത്. സോ 8 സെൻറ്റിമീറ്റർ ആണ് കോഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ് എന്ന ഫസ്റ്റ് ഓപ്ഷൻ ആണ് വരുന്നത്, ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തത്, കറക്റ്റ് റീസൺ 5/8. ഓക്കെ, 5/8 ഈസ് ഈക്വൽ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, 5/8 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അതായത് 80 എന്ന് പറയുന്നത് 2ൻ്റെ ഗുണിതമാണല്ലോ അല്ലേ.
നമ്മളിപ്പോൾ 2 ഡിനോമിനേറ്ററിൽ എന്ന് വിചാരിക്കാം. അപ്പോൾ 5/2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 2നെ ഇൻറ്റു 5 ചെയ്തിട്ട് ഡിനോമിനേറ്ററിൽ 10ൻ്റെ പവർ ആക്കും അല്ലേ, 10 ആക്കി മാറ്റും. യെസ്, അതേപോലെ നമുക്ക് ഈ ഒരു 8നെയും അതുപോലെ 2 ആക്കി മാറ്റിക്കൂടെ? എങ്ങനെ? 5 അതവിടെ തന്നെ നിൽക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാനിവിടെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ് എന്ത് പറയുന്നത്? 8 എന്ന് പറയുന്നത്. ഈ 2 ഇൻറ്റു 2 ഇൻറ്റു 2നെ 2 ഘാതം 3 എന്ന് എഴുതിക്കൂടെ? 2 ക്യൂബ് അല്ലേ, 2 ക്യൂബ് അല്ലേ 8 എന്ന് പറയുന്നത്? യെസ്. അപ്പോൾ ഇവിടെ വെറും 2 ആയിരുന്ന സമയത്ത് നമ്മൾ 5 കൊണ്ടാണ് ഇൻറ്റു ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 3 പ്രാവശ്യം 2 വരുന്നുണ്ട്. സോ നമ്മൾ 3 പ്രാവശ്യം 5 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഗുണിച്ചു? 5 ഇൻറ്റു 5 25, 25 ഇൻറ്റു 5 125. അതേപോലെ നമ്മൾ ന്യൂമറേറ്ററിലും ഈ 125 ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് ചെയ്തോളൂ. അതായത് നമുക്കിതിനെ വേറൊരു ടേംസിൽ പറയുകയാണെങ്കിൽ 2 ക്യൂബിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ ന്യൂമറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു? 5 ഇൻറ്റു 5 ക്യൂബ് ചെയ്തു. ഓക്കെ, ഈ 125 ഇൻറ്റു 5 എന്ന് പറയുന്നത് 625 അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 125 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 625 ബൈ. ഇനി ഇവിടെ നമുക്കറിയാം ഡിനോമിനേറ്ററിൽ നമ്മൾ 10ൻ്റെ പവറാണ് അല്ലേ. 2 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ ഓക്കെ, 2 ഇൻറ്റു 5 എന്തായിരുന്നു? 10 ആയിരുന്നു. അപ്പോൾ 2 ഇൻറ്റു 5 ഇതിനെ തന്നെ നമ്മൾ 3 പ്രാവശ്യം ചെയ്യാണ്. അതായത് 10ന് നമ്മൾ 3 പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? 1000 എന്ന് വരും. അപ്പോൾ 625/1000. അതായത് നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് 625 എന്ന് എഴുതുന്നു. എന്നിട്ട് ഇവിടെ 1 2 3 പൂജ്യങ്ങളാണ് നമ്മുടെ ഡിനോമിനേറ്ററിലുള്ളത്. സോ ഇവിടെ നിന്ന് 1 2 3 സംഖ്യകളെ മാറ്റിയിട്ട് നമ്മളിവിടെ പോയിന്റ് ഇട്ട് കൊടുക്കും. 0.625 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻ 0.625 എന്ന ബി ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ അല്ലേ? യെസ്, ബി ഓപ്ഷനാണ് ഇവിടെ നമ്മുടെ ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇനി 4th വൺ പറയുന്നത് ഓക്കെ, 4th വണ്ണിൽ എന്താ പറയുന്നത്? വിച്ച് എമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഫോർ എ റോംബസ്? റോംബസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു പാരലലോഗ്രാം ആണ് അല്ലേ. എങ്ങനെയുള്ള പാരലലോഗ്രാം ആണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു പാരലലോഗ്രാം ആണ് എന്ത്? റോംബസ് എന്ന് പറയുന്നത്. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അതായത് ആ റോംബസിന്റെ ഫിഗർ എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയായിരുന്നു അല്ലേ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഒരു കാര്യം നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഫിഗറിനെ നമ്മൾ ഓർക്കണം. ഇനി ഇതിൽ നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നുണ്ട്. ഏതാണ് കറക്റ്റ് നോക്കാം. ഓൾ ഡയഗണൽസ് ഹാവ് ഈക്വൽ ലെങ്ത്. അപ്പോൾ നമുക്ക് എന്താണ് ഡയഗണൽസ് ആണ് ഇതിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ഡയഗണൽസ്, എല്ലാ ഡയഗണൽസും ഈക്വൽ ആണോ? നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട് അല്ലേ എക്സാമിന്. അതായത് ഒരു റോംബസിൻ്റെ കേസിൽ നമുക്ക് 2 ഡയഗണൽസ് എപ്പോഴും തരാറുണ്ട്. ഡയഗണൽസ് ഈക്വൽ ആയാൽ അതെന്താവില്ല? റോംബസ് ആവില്ല. ഓക്കെ, ഡയഗണൽസ് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ അതെന്താവും? സ്ക്വയർ ആവും. സോ ഡയഗണൽസ് ഈക്വൽ ആണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ, ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് അല്ലേ. നമുക്കറിയാം ഈ ഡയഗണലിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഈ ഡയഗണൽ. അടുത്ത ഡയഗണലിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഈ ഡയഗണൽ. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ദെൻ ഏരിയ ഈസ് ഹാഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽസ്. ഈ ഹാഫ് ദ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ, പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽ എന്ന് പറയുമ്പോൾ എന്താ? അപ്പോൾ ഇതിനെ നമ്മൾ D1 ആയിട്ടും രണ്ടാമത്തെ ഡയഗണലിൽ നമ്മൾ D2 ആയിട്ടും എടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ D1 ഇൻറ്റു D2 ആണ് അല്ലേ. ഈ D1 ഇൻറ്റു D2ൻ്റെ എന്താണ്? ഹാഫ് ആണ്. ഇതിൻ്റെ ഹാഫ് ആണെന്ന് പറയുമ്പോൾ ഇത് തന്നെയല്ലേ ഇതിൻ്റെ ഏരിയ വരുന്നത്. യെസ്, അപ്പോൾ 2ഉം 3ഉം ആണ് ഇവിടെ കറക്റ്റ്. പിന്നെ ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. ഓൾ ആംഗിൾസ് ഈക്വൽ ആയിക്കൊള്ളണം എന്നില്ല അല്ലേ. സോ 2 and 3 ആർ ട്രൂ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അതിനൊക്കെ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 മാർക്ക് കിട്ടിയിട്ടാവും. ഇനി സെക്ഷൻ ബി ആണ്. ഇതിന് ഓരോന്നിനും 2 മാർക്ക് വീതമാണ് തരുന്നത്. 0.01 നമുക്കറിയാം. നമ്മളിതിനെ ഡെസിമലിലേക്ക് ഡെസിമൽ തന്നിട്ടുണ്ട്. നമ്മളിതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ഓക്കെ,
അതായത് ഡെസിമൽ ഫോം ആയിട്ടുള്ള 0.01 എടുക്കുക. 0.01. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇവിടെയുള്ള പോയിന്റുകളും സീറോയും, ആദ്യം കാണുന്ന പോയിന്റുകളും സീറോയും ഒക്കെ നമ്മൾ വെട്ടിക്കളയാം. ഓക്കെ, ഫസ്റ്റിൽ തന്നെ നമ്മൾ 0 കാണുന്ന സമയത്ത് 0.1 എന്ന് പറയുമ്പോൾ അത് എന്തല്ല, 0 നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല അല്ലേ. 1 എന്ന നമ്പർ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷെ ആ 1ന് ശേഷമാണ് 0 വരുന്നതെങ്കിൽ ഓക്കെ ആയിരുന്നു. അപ്പം നമ്മൾ പോയിന്റിന് ശേഷമുള്ള അല്ലെങ്കിൽ പോയിന്റിന്റെ കൂടെ ഉണ്ടാവുന്ന ആ ഒരു സീറോയും പോയിന്റും ഒക്കെ ഒഴിവാക്കിയാൽ ഈ നമ്പർ വെറും 1 മാത്രമാണ് അല്ലേ. അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഇനി ഡിനോമിനേറ്ററിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിന്റിന് എടുക്കണം. അപ്പോൾ പോയിന്റ് ഇവിടെ വന്നാൽ പോയിന്റിന് ശേഷം എത്ര സംഖ്യകൾ വരുന്നുണ്ട് നോക്കാം. ഇവിടെ 2 സംഖ്യകളാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ 2 പൂജ്യങ്ങളുള്ള 100 ആയിരിക്കും ഇട്ട് കൊടുക്കേണ്ടത്. ദാറ്റ് മീൻസ് 1/100 എന്നാണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0.0132. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂജ്യവും പോയിന്റും ഒക്കെ ആദ്യം കാണുന്നത് കേട്ടോ, നമ്പറിൻ്റെ ഇടയിലുള്ളതല്ല ചെയ്യേണ്ടത്. ആദ്യം കാണുന്ന പൂജ്യവും പോയിന്റും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വെറും 132 എന്ന സംഖ്യയാണ്. അതാണ് നമ്മുടെ ന്യൂമറേറ്ററിൽ വരുന്നത്, 132. ഇനി ഇവിടെ പോയിന്റിന് ശേഷം വരുന്ന സംഖ്യകൾ എത്രയാണ്? 1, 2, 3, 4. 4 സംഖ്യകൾ വരുന്നുണ്ട്. സോ നമ്മളിവിടെ 4 പൂജ്യങ്ങൾ ചേർത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 132/10,000 എന്നാണ് ഇവിടെ ഈ സംഖ്യ വരുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Find the length of diagonal of a square having area 2 square centimeter. ഇവിടെ നമ്മൾക്ക് ഒരു സ്ക്വയറിൻ്റെ കേസാണ് പറയുന്നത്. സ്ക്വയറിൻ്റെ ഏരിയ കാണുന്ന ഏരിയ കാണുന്നതിനുള്ള ഇക്വേഷൻ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് ആദ്യം അറിയുന്നതാണ് അല്ലേ, എ സ്ക്വയർ അല്ലെങ്കിൽ സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് ½ × d സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ 2 ഇക്വേഷൻ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ ഇതിൽ ഏത് ഇക്വേഷനാണ് നമ്മളിവിടെ എടുക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതിനാണ് നമ്മളോട് ഇവിടെ പറയുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഡയഗണൽ എന്നാണ്. ഡയഗണലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കിവിടെ ഡയഗണലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് ഇവിടെ എടുക്കേണ്ടത്. ഇനി സൈഡാണ് കണ്ടുപിടിക്കാൻ എന്ന് നിങ്ങളോട് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എ സ്ക്വയർ എന്ന ഇക്വേഷൻ ആയിരുന്നു യൂസ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ എ ഇസ് ഈക്വൽ ടു ½ × d സ്ക്വയർ എന്ന ഒരു ഇക്വേഷൻ എടുത്തിട്ട് ഇവിടെ നമ്മൾക്ക് എ തന്നിട്ടുള്ളത് 2 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. സോ 2 ഇസ് ഈക്വൽ ടു 1/2 d സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ 2 ഇസ് ഈക്വൽ ടു 1/2 d സ്ക്വയർ ആണ്. ഇനി ഈ d സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ d സ്ക്വയർ കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ ഈ 1/2 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ടേ? യെസ്, 1/2 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ, അതായത് ഒരു ഭിന്ന സംഖ്യത്തെ ഒരു സംഖ്യനെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അതിന് ചില മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ 1/2 എന്ന സംഖ്യ, അതായത് ഇതെന്താണ്, ഒരു ഫ്രാക്ഷൻ ആണ് അല്ലേ. ഈ ഫ്രാക്ഷനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അതൊന്ന് എന്താവും, റെസിപ്രോക്കൽ ആയിട്ട് മാറും. അപ്പോൾ 2 × 1/2 1/2 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ 2/1 എന്നായിട്ട് മാറും അല്ലേ. 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു d സ്ക്വയർ എന്ന് വരും. ഇനി 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഈസ് ഈക്വൽ ടു d സ്ക്വയർ. സോ d എന്ന് പറഞ്ഞാൽ എന്താണ്, √4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ വരുന്ന ഡയഗണൽ എന്താണ്, ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുള്ള ഡയഗണൽ 2 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഡ്രോ ദ സ്ക്വയർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ സ്ക്വയർ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾക്ക് ഒരു ഡയഗണൽ ആയിട്ടുള്ള 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്ക്വയർ ആകുമ്പോൾ 2 ഡയഗണൽസും ഈക്വൽ ആയിരിക്കും. സോ ആദ്യം നമ്മൾ 2 സെൻറ്റിമീറ്റർ വരച്ചു. ഞാനിവിടെ പേര് കൊടുത്തു കേട്ടോ, AB എന്ന് പേര് കൊടുത്തു, അതിന് 2 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി ഈ 2 സെൻറ്റിമീറ്ററിന് നമ്മളൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ കോമ്പസ് വെച്ചിട്ട് പകുതിനേക്കാളും കൂടുതൽ നമ്മുടെ ഈ 2 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഏകദേശം അടുത്തുള്ള ഒരു ഒരു ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പസിൽ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് വരയ്ക്കുന്നു, താഴോട്ടും മാർക്ക് വരയ്ക്കുന്നു. അതേപോലെ B എന്ന പോയിന്റിൽ വെച്ചിട്ടും ഇങ്ങനെ അതേ ലെങ്ത്തിൽ നമ്മൾ ആർക്ക് വരച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൊടുക്കുന്നു.
ഓക്കെ, ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൊടുക്കുന്ന സമയത്ത് നമ്മൾക്കറിയാം 2 സെൻറ്റിമീറ്റർ ഉള്ള ലൈനിന് ഇവിടെ 1 സെൻറ്റിമീറ്ററും ഇവിടെ 1 സെൻറ്റിമീറ്ററും വരും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഈ വരയ്ക്കാൻ പോകുന്ന അടുത്ത ഡയഗണലും എത്ര സെൻറ്റിമീറ്റർ തന്നെയാണ് 2 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. സ്ക്വയർ ആണ്, ഡയഗണൽസ് ഈക്വൽ ആണെന്നൊക്കെ നമുക്കറിയാം. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള 1 സെൻറ്റിമീറ്റർ പോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും എന്ത് കൊടുക്കണം, 1 സെൻറ്റിമീറ്റർ കൊടുക്കണം. കാരണം ഈ ഡയഗണൽസ് കംപ്ലീറ്റ്ലി 2 സെൻറ്റിമീറ്റർ വരണം. ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു പോയിന്റ് വെക്കുന്നു. താഴോട്ടും 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു പോയിന്റ് വെച്ച് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ എയിലേക്കും ബിയിലേക്കും അതേപോലെ ആ ബിയിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലേക്കും ഇങ്ങനെ വരക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ചെറിയ ഒരു സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഡ്രോസ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ചെറിയ സ്ക്വയർ ആയതുകൊണ്ട് നമുക്കിവിടെ അതിന് ഒരു മാർക്കേ ഉള്ളൂ കേട്ടോ. എന്നാലും നിങ്ങളത് വരച്ച് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ ഫിഗർ എ ബി സി ഡി ഈസ് ആൻ ഐസോസിലസ് ട്രപ്പീസിയം. എ ബി സി ഡി എന്ന് പറയുന്ന ഈ ഒരു ഫിഗർ ഒരു ഐസോസിലസ് ട്രപ്പീസിയം ആണെന്ന് പറയുന്നുണ്ട്. ആംഗിൾ എ ഡി സി 130 ആണ്. എ ഡി സി എന്ന് പറയുന്നത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. എ ഡി സി 130 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സി എത്രയാണെന്ന്. ഒരു ഐസോസിലസ് ട്രപ്പീസിയത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരണം കേട്ടോ. ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് സമാന്തരമായിട്ടുള്ള അല്ലെങ്കിൽ പാരലൽ ആയിട്ടുള്ള ലൈൻസ് ഉണ്ടല്ലോ. ആ പാരലൽ ലൈൻസിൻ്റെ കൂടെ ഉണ്ടാകുന്ന ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് എന്ത് പറയുന്നത്, ബേസ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ലൈന് വരച്ചു. ഇവിടെയുള്ള ഈ ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ആംഗിൾ സി, ഈ ലൈൻ ഉണ്ടല്ലോ സി ഡി എന്ന ലൈന് ഞാൻ വരക്കുന്ന സമയത്ത് ഈ സി എന്ന ആംഗിളും ഡി എന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതാണ് എന്ത്, ബേസ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയുന്നത്. ബേസ് ആംഗിൾസ്. ഓക്കെ, അപ്പോൾ ബേസ് ആംഗിൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എ ഡി സി 130, ഇത് ഐസോസിലസ് ട്രപ്പീസിയത്തിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത്. ബേസ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ബേസ് ആംഗിൾസ് അല്ലാത്ത ആംഗിൾസ് ഉണ്ടല്ലോ അത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടും. ഓക്കെ, അപ്പോൾ എ ഡി സി 130 ആണെങ്കിൽ ആംഗിൾ സി എന്താണ്, ബേസ് ആംഗിൾ ആണ്. സോ അതും 130 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, 130 തന്നെയായിരിക്കും. ഇനി കമ്പ്യൂട്ട് ഓൾ ആംഗിൾസ് ഓഫ് ദ ട്രപ്പീസിയം. ഈ ട്രപ്പീസിയത്തിലെ എല്ലാ ആംഗിൾസും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ സി 130 ആണെന്ന് കിട്ടി. ഇനി ആംഗിൾ എ എന്തായിരിക്കും, ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 മൈനസ് 130 എന്ന് വരും. 180 മൈനസ് 130 എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രിയാണ്. സോ 50 ആണ് ആംഗിൾ എ, 50 ഡിഗ്രിയാണ്. ഇനി ആംഗിൾ എ 50 ഡിഗ്രി ആണെങ്കിൽ ബി എന്താണ്, ആംഗിൾ എയും ബിയും എന്താണ്, ബേസ് ആംഗിൾസ് ആണ്. സോ ആംഗിൾ ബിയും എന്തായിരിക്കും, 50 ഡിഗ്രി തന്നെയായിരിക്കും. സോ ആംഗിൾ സി 130 ഡിഗ്രി, ആംഗിൾ ബി 50 ഡിഗ്രി, ആംഗിൾ എ 50 ഡിഗ്രി. അത്രയും ആംഗിൾസ് ഒക്കെ ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ഒരു ഐസോസിലസ് ട്രപ്പീസിയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എല്ലാ ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, draw an equilateral triangle of sides 5 cm and draw its circumcircle. അപ്പോൾ നമ്മൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡുകളും ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 5 cm. അപ്പോൾ ഇവിടെ 5 cm, ഇവിടെയും 5 cm, ഇവിടെയും 5 cm ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന് നമ്മൾ സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ നമ്മുടെ ട്രയാങ്കിൾ ആണ് കേട്ടോ വരയ്ക്കേണ്ടത്. 5 cm ലൈൻ ആദ്യം വരയ്ക്കുന്നു. ഞാൻ അതിന് എ എന്നും ബി എന്നും ആ ലൈനിന് പേര് കൊടുത്തു. 5 cm ആണെന്ന് കൊടുത്തു. ഓക്കെ, ഈ 5 cm നമ്മളൊരു ലൈൻ വരച്ചു. ഇനി നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാനാണല്ലോ. ഇനി ഈ ഒരു 5 cm തന്നെയാണ് എന്ത്, രണ്ട് സൈഡിലും വരയ്ക്കാനുള്ളത്. എന്താണ് കാരണം, ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പസിൽ സ്കെയിലേക്ക് വെച്ചിട്ട് നല്ല 5 cm നല്ല കറക്റ്റായിട്ട് എടുത്തിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരച്ചു കൊടുക്കാം. 5 cm ആർക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ ബിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്കും ഒരു ആർക്ക് വരച്ചു കൊടുത്തു. ഓക്കെ,
അപ്പോൾ നമ്മുടെ ആർക്കൊക്കെ സെറ്റായി നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലേ, നല്ല വൃത്തിയിൽ കിട്ടണം കേട്ടോ. ആർക്കുകളൊക്കെ എയിൽ നിന്നും ബിയിൽ നിന്നും വരച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഈ ഒരു ട്രയാങ്കിൾ രണ്ട് ആർക്കുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും. ഇത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വരച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഞാൻ ABC എന്നാണ് ഇതിന് പേര് കൊടുത്തത്. 5 സെൻറ്റിമീറ്റർ, ഇവിടെയും 5 സെൻറ്റിമീറ്റർ. ഇനി AB എന്ന ലൈനിനെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ AB എന്ന ലൈനിനെ മാത്രം AB എന്ന ലൈനിനെ മാത്രം ഓക്കെ, ABയിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ ഈ ഒരു ലൈനിന് AB എന്ന 5 സെൻറ്റിമീറ്റർ ലൈനിന് നമ്മളൊരു ബൈസെക്ടർ കൊടുക്കണം. ഓക്കെ, എങ്ങനെ ബൈസെക്ടർ കൊടുക്കണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ AB എന്ന 5 സെൻറ്റിമീറ്റർ ലൈനിൻ്റെ ഒരു 4 സെൻറ്റിമീറ്റർ ഞാൻ എടുത്തു കേട്ടോ. 4 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. A എന്ന പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 4 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരച്ചു കൊടുക്കുന്നു. താഴോട്ടും ആർക്ക് വരച്ചു കൊടുക്കുന്നു. B എന്ന പോയിന്റിൽ നിന്നും ഇതേപോലെ ഞാൻ ആർക്ക് വരച്ചു കൊടുക്കും. അത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എനിക്ക് കിട്ടും. ഓക്കെ, അത് തമ്മിൽ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് വരയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ, കൈകൊണ്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. പക്ഷെ സ്കെയിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ AB എന്ന ലൈനിന് ഞാൻ എന്ത് ചെയ്തു, ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൊടുത്തു. ഈ AB എന്ന ലൈനിന് ഇപ്പോൾ രണ്ടായിട്ട് മുറിച്ചു അല്ലേ, പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രി ആയിട്ട് രണ്ടായിട്ട് മുറിച്ചു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഇത്രയും കറക്റ്റ് ആയിട്ടുണ്ടല്ലോ. AB എന്ന ലൈനിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈന് മാത്രം ശ്രദ്ധിക്കാം, BC എന്ന ലൈൻ. ഓക്കെ, BC എന്ന ലൈനിൽ നോക്കുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ ലൈൻ എടുക്കുന്നു. ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരച്ചു കൊടുക്കുന്നു. സൈഡിലോട്ടും ഒരു ആർക്ക് വരച്ചു കൊടുക്കുന്നു. B എന്ന പോയിന്റിൽ നിന്നിട്ട് ആദ്യം എടുത്തത്, B എന്ന പോയിന്റിൽ നിന്നാണ് ആദ്യം എടുത്തത്. ഇനി C എന്ന പോയിന്റിൽ നിന്ന് എടുക്കുന്നു. ഇങ്ങോട്ടേക്ക് ആർക്ക് വരച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ആർക്ക് വരച്ചു കൊടുക്കുന്നു. ഓക്കെ, ഈ രണ്ട് ആർക്കുകളും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ AB എന്ന ലൈനിന് BC എന്ന ലൈനിന് നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ രണ്ട് ആർക്കുകളും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിൽ നമുക്ക് കിട്ടും. ആ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുക. സെൻറ്ററിൽ നിന്നും ആ ട്രയാങ്കിളിൻ്റെ എഡ്ജ് പോയിന്റ് എൻഡിലേക്ക്, ഒരു എഡ്ജിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ലെങ്ത് എടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാം, നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. അതെടുത്തിട്ട് അത് നമ്മുടെ കോമ്പസിൽ ആ ഒരു മെഷർമെൻറ്റ് എടുക്കുക കേട്ടോ. ഓക്കെ, ഏതാണ് ഈ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. അതെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മുടെ കോമ്പസ് ഈ സെൻറ്ററിൽ തന്നെ നിർക്കുക. നമ്മുടെ ഈ രണ്ട് ബൈസെക്ടേഴ്സും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റിൽ, ഓക്കെ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നമ്മുടെ കോമ്പസ് വെച്ചിട്ട് പിന്നീട് നമ്മൾ ചെയ്യുന്നത്, ഈ ലൈൻസ് ഇങ്ങനെ അവിടെ അങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നല്ല ഒരു സർക്കിൾ കിട്ടും. ഒരു സർക്കിൾ നല്ല വൃത്തിക്ക് കിട്ടും. അതെന്താണ്, അതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ 3 എഡ്ജുകളും ഈ ഒരു ട്രയാങ്കിളിനുള്ളിലായി, ഒരു സർക്കിളിനുള്ളിലായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. വളരെ കുറച്ച് പേര് മാത്രമേ ഇത് വരച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വരച്ച് പഠിക്കുക. നല്ലൊരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഇത് ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പാർട്ടുകൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് തന്നെ വിടാം കേട്ടോ. ഓക്കെ, താങ്ക് യു.